നമസ്കാരം. ഉം. ഞാൻ റേച്ചൽ. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ മലയാള വിഭാഗം അധ്യാപികയും. അക്ഷരങ്ങൾ ആയുധങ്ങളാണെന്നിരിക്കെ മനുഷ്യ മനസ്സിലും മസ്തിഷ്കത്തിലും ആ മഹാതത്വം ഊട്ടിയുറപ്പിക്കുന്നതിന് നാടെങ്ങും ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച ശ്രീ PM പണിക്കരുടെ സ്മരണയായി നാം വായന മാസം ആചരിക്കുന്നു. വായനയെക്കുറിച്ച് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ആദ്യം എന്റെ ഒരു വായന അനുഭവം. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എന്നോട് വായിക്കണം വായിക്കണമെന്ന് വീട്ടിൽ നിന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. എന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. ചെറിയ കഥപുസ്തകങ്ങളും ബാലരമയും കളിക്കുടുക്കയും ഒക്കെയായിരുന്നു എന്റെ സ്ഥിരം വായനാ പുസ്തകം. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് UP ക്ലാസ്സുകളിലായപ്പോഴേക്കും ചെറിയ ചെറിയ സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. ഒരു കുടയും കുഞ്ഞിക്കണ്ണും അതൊക്കെ വായിച്ചത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഹൈസ്കൂൾ തലത്തിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ വലിയ വായനക്കാരിയാണ്, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു, ഇനി വായിക്കാനൊന്നുമില്ല എന്നുള്ള വിചാരത്തിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായി സഞ്ചാരിയുടെ ദൈവം എന്നൊരു പുസ്തകം എന്റെ കയ്യിലെത്തും. സാധാരണ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ അവതാരിക വായിക്കുക, സമർപ്പണം വായിക്കുക ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. പുസ്തകം നേരെ തുടങ്ങി വായിക്കുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകം തുറന്നപ്പോൾ ആദ്യം കിട്ടിയ പേജ് സമർപ്പണം ചെയ്യുന്നതാണ്. ആ സമർപ്പണം ഞാൻ വായിച്ചു. അതാണ് എന്റെ വായനാ ജീവിതത്തിന് വഴിത്തിരിവായത്. അതിങ്ങനെയായിരുന്നു: കളിപ്പാട്ടങ്ങളെക്കാൾ മക്കൾക്ക് പിന്നീട് ഉതകുന്നത് പുസ്തകങ്ങളാണെന്ന് വിശ്വസിച്ച അച്ഛൻ. അമ്മയുടെ പ്രാർത്ഥനകൾക്ക് അർപ്പിക്കാത്ത സ്നേഹത്തിന്റെ വിരുന്നൊരുക്കിയ എന്റെ സന്യാസ സഹോദരങ്ങൾക്ക് എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന പ്രിയപ്പെട്ട നിനക്കും. ആ അവസാന വാക്കുകൾ എന്നെ വളരെ സ്പർശിച്ചു. എഴുതുന്നതൊന്നും പാഴായി പോകുന്നില്ല എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിനക്കും. റൈച്ചലെ, ഈ പുസ്തകം നിനക്ക് വേണ്ടിയുള്ളത് എന്നോട് ഒരു വൈദികൻ എന്റെ മുന്നിൽ നിന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ആ പുസ്തകം വളരെ ആവേശത്തോടെ ഞാൻ വായിച്ചു. ആ പുസ്തകത്തിൽ ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരാരും എനിക്ക് പരിചിതരല്ല. അതിൽ പറയുന്ന ഒരു പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. അന്ന് ഞാൻ മനസ്സിലാക്കും, വായനയുടെ ആഴക്കടലിന്റെ മുകളിലെ ചെറിയ ഒരു ഓളം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അന്ന് മുതൽ ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി, പുസ്തകങ്ങളെ കുറച്ചുകൂടെ വായിക്കാൻ തുടങ്ങി, അടുത്തറിയാൻ തുടങ്ങി. അങ്ങനെ വളരെയധികം പുസ്തകങ്ങളിലൂടെ കടന്നു വന്നു ഈ അടുത്ത കാലത്ത് വളരെയധികം എന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്കൊക്കെ പ്രിയങ്കരനായ യുവ എഴുത്തുകാരനായ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ജോസഫ് അന്നൻകുട്ടി ജോസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം ആരും കാണാത്ത യുദ്ധങ്ങൾ. വളരെ നല്ലൊരു പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് അറിയുന്നത്. അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തുകയായിരുന്നു. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. മാതൃഭൂമി ബുക്കാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ വളരെ ചെറിയ പുസ്തകമാണ്, 190 തരം പേജുകൾ മാത്രമേ ഉള്ളൂ. ഇതൊരു കഥയോ നോവലോ കവിതയോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കുറച്ച് മനുഷ്യർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, സംഭവങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്, ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾക്കുക. ലോകം കൈവിട്ടവർ എന്ന അധ്യായത്തിലാണ്: മടുത്തിട്ടും നിങ്ങൾ ഇപ്പോഴും ആരെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരിൽ നിന്ന് മുറിവേറ്റിട്ടും നിങ്ങൾ അവരെ തലോടുന്നുണ്ടെങ്കിൽ, ആരുടെയൊക്കെയോ ഇരുളടഞ്ഞ ജീവിതത്തിൽ സ്നേഹത്തിന്റെ തീപ്പന്തവും കൊളുത്തിക്കൊണ്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, സുഹൃത്തെ, നിങ്ങളാണ് അവരുടെ മേൽ സ്വർഗം ചൊരിഞ്ഞ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടല്ലേ, സ്വർഗം ചൊരിഞ്ഞ കുറെ അനുഗ്രഹങ്ങൾ. നമ്മുടെ അപ്പന്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, അധ്യാപകരുടെ രൂപത്തിൽ, കൂട്ടുകാരുടെ രൂപത്തിൽ. സ്നേഹിക്കാൻ മാത്രം അറിയുക എന്നത് വലിയൊരു കൃപയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് നന്നായി സ്നേഹിക്കാമായിരുന്നു, അല്പം കൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താമായിരുന്നു എന്ന് തോന്നാറുണ്ട്. അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ചിന്തിക്കാറില്ല. അപ്പനോട് എതിർത്ത് സംസാരിക്കുമ്പോൾ പിന്നീട് ചിന്തിക്കുമ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് തോന്നാറില്ലേ? അധ്യാപകരോട് കള്ളം പറയുമ്പോൾ, സുഹൃത്തുക്കളോട് വഴക്കുണ്ടാക്കുമ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് തോന്നിയിട്ടില്ലോ? ആ തോന്നലുകളില്ലാതെ ജീവിതം കുറച്ചുകൂടെ മധുരതരമാക്കാൻ, തെറ്റുകൾ വരുത്താതിരിക്കാൻ, ഒപ്പമുള്ളവരെ കുറച്ചും കൂടെ നന്നായി സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ, ചേർത്ത് നിർത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല പുസ്തകം. മക്കളെ, കുറച്ച് നല്ല മക്കളാവും.
നല്ല വിദ്യാർത്ഥികളാകും, നല്ല മനുഷ്യരാകും നിങ്ങൾക്ക് കഴിയട്ടെ. ഈ പുസ്തകം അതിന് നിങ്ങൾക്കൊരു വഴികാട്ടിയാവട്ടെ. ആരും കാണാത്ത യുദ്ധങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങളിലൂടെയാണ് നമ്മൾ ദിവസവും മുൻപോട്ട് പോകുന്നത്. നിങ്ങൾക്ക് തണലായി വെയിൽ കൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തളരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം തരാൻ ഓടി വരുന്ന നിങ്ങളുടെ അധ്യാപകരുണ്ട്. സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ പുതപ്പുമായി നിങ്ങളെ ചുറ്റും ജീവിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാം, കുറച്ചുകൂടെ മനോഹരമായി സ്നേഹിക്കാം, കുറച്ചും കൂടി നന്നായി ജീവിക്കാം. അതിന് ഈ പുസ്തകവും ഈ വായനാ മാസവും നിങ്ങളെ സഹായിക്കും. നന്ദി.